നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനൊക്കെ വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചിരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പുതുവർഷത്തിൻ്റെ അശ്വതി നക്ഷത്രക്കാരുടെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 1200 ആണ്ട് ചിങ്ങമാസം എങ്ങനെയായിരിക്കും? അപ്പോൾ ഈ അശ്വതി നക്ഷത്രം ഈ വർഷം പുതുവർഷം തുടങ്ങുന്നത് ആഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് മലയാളം 1-ാം തീയതി ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ പുതിയ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് ആദ്യഘട്ടങ്ങളിൽ വളരെ നേട്ടങ്ങളാണ്. ഈ അവസാന ഘട്ടങ്ങൾ വളരെയധികം ദോഷങ്ങളാണ്. വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും സൂര്യൻ്റെയും സഞ്ചാരകാലം കൊണ്ടാണ് പുതിയ വർഷ ഫലങ്ങൾ പറയുന്നത്. ഇപ്പം മേടക്കൂറുകാർക്ക് 2025 മാർച്ച് മാസം വരെ ശനി 11-ലാണ്. അത് കഴിയുമ്പോൾ 12-ലേക്ക് വരും. അപ്പോൾ 7-ാണ്ട് ശനി തുടങ്ങും. വേഴഗ്രഹം മെയ് മാസം വരെ 2-ലാണ്. അത് കഴിഞ്ഞ് 3-ലേക്ക് വരും. അങ്ങനെ 2 ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലിച്ച് നിൽക്കുന്നത് ഈ വർഷം പ്രതികൂല അവസ്ഥയിൽ അവസാന ഘട്ടത്തിൽ വരും. ഇപ്പോൾ ശനി 11 നിൽക്കുന്ന കാലമാണ്. അതുകൊണ്ട് ആരോഗ്യവർദ്ധന, നൃപമാനം, രാജാവിൻ്റെ പ്രീതി, സർക്കാർ, കോടതി അധികാരികളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, പ്രമുഖ വ്യക്തികളിൽ നിന്നും പലവിധ സഹായങ്ങളും ധാരാളം ധനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ സാമ്പത്തിക നേട്ടങ്ങളും, എല്ലാ കാര്യത്തിനും വിജയവും, മനസന്തോഷവും, യശസ്സും, സന്താനലാഭവും, വിദ്യാ ഉദ്യോഗ നേട്ടങ്ങളും, പോകുന്ന ഏത് പ്രവർത്തനങ്ങളിലും നേട്ടങ്ങളും, വിദേശ യാത്രാ പ്രവൃത്തി ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് വിദേശ യാത്രാ പ്രവൃത്തി പുരോഗതികളൊക്കെ കിട്ടുന്നതിനും നേട്ടങ്ങൾ കിട്ടുന്നതിനും ഒക്കെ വളരെയധികം യോഗമുണ്ട്. വേഴൻ 2 നിൽക്കുന്ന ഘട്ടമായതുകൊണ്ട് അടുത്ത മെയ് മാസം വരെയാണ് വേഴഗ്രഹം 2-ൽ സഞ്ചരിക്കുന്നത്. 2 വിദ്യയും കുടുംബവും ധനവും കിട്ടുമെന്നാണ്. വിദ്യ പഠിക്കാൻ പോകുന്നവർക്കും പഠിപ്പിക്കാൻ പോകുന്നവർക്കും സ്കൂള്, കോളേജ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാവും. ഏത് മത്സരത്തിനും പരീക്ഷയ്ക്ക് പോയാലും ഉന്നത വിജയവും നേട്ടവും കരസ്ഥമാക്കാൻ നമുക്ക് പറ്റും. മാർക്ക് കുറഞ്ഞു പോവും എന്നുള്ള രീതിയിൽ പരീക്ഷ എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് വിദ്യ കൊണ്ട് വലിയ നേട്ടങ്ങളും, ഇപ്പോൾ പഠിക്കുന്ന സാഹചര്യം അനുസരിച്ച് പഠിക്കുന്ന കാര്യങ്ങളിൽ തന്നെ നമുക്ക് ഉറച്ചു നിന്നാൽ മതി. ഒരു പരീക്ഷ എഴുതിയാൽ ഇപ്പോൾ തന്നെ ഉദ്യോഗം കിട്ടണമെന്നില്ല. ഇപ്പോഴെഴുതുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് ഉദ്യോഗത്തിനും ഭാഗ്യത്തിനും നേട്ടത്തിനും പുരോഗതി ഉണ്ടാക്കി തരുന്ന അളവിൽ വിജയിക്കാൻ പറ്റും. വിദ്യ അഭിവൃദ്ധിപ്പെട്ടു വരും. കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരും കൂടെ ചേർന്നതാണ് കുടുംബം. പലവരും കുടുംബത്തിൽ നിന്ന് പല ഭാഗത്ത് അകന്ന് കഴിയുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗം ഉണ്ട്. കുടുംബ ബന്ധങ്ങൾ തകർന്ന് ബന്ധം വേണം വേണ്ട എന്നൊക്കെ തോന്നുന്നവർക്കും ചെറിയ ഒരു സ്നേഹം കൊണ്ട് വലിയ ഒരു വിജയവും സ്നേഹവും ബന്ധവും കുടുംബവും ഒക്കെ യോജിച്ച് വരാനുള്ള യോഗമുണ്ട്. കുടുംബ ബന്ധങ്ങൾ നല്ലതായിട്ട് വരും. ധനം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ജീവിക്കാൻ ധനം വേണം. ആ ധനം നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടും. നിങ്ങൾക്കൊരു ആവശ്യത്തിന് വീട് വയ്ക്കാനോ ഭൂമി വാങ്ങിക്കാനോ ബിസിനസ് തുടങ്ങാനോ പണം ഇല്ലാതെ പറ്റില്ല. ഒരു ബാങ്കിൽ ചെന്ന് ലോണ് ചോദിച്ചാലും കിട്ടും. അങ്ങനെ സാമ്പത്തികപരമായ നേട്ടങ്ങളും പുരോഗതികളൊക്കെ കിട്ടി നമ്മുടെ തൊഴിലും അധ്വാനവും പരിശ്രമവും കൊണ്ട് നല്ല പുരോഗതി നേടിക്കിട്ടാൻ യോഗമുള്ള സമയമാണ് വേഴഗ്രഹൻ 2 നിൽക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷ അവസാനം എന്ന് പറയുമ്പോൾ അടുത്ത മാർച്ച് മാസത്തിൽ 7-ാണ്ട് ശനി തുടങ്ങണം.
അത് ദോഷമാണ്. ഏഴാണ്ട് ശനി തുടങ്ങുമ്പോൾ രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനത്തികേറിയ സമയമാണ് ഏഴരാണ്ട് ശനി. അത് വന്നാൽ നാനാരോഗം, പല പല അസുഖങ്ങളും, സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്തികം, പുരോഗതിക്ക് തടസ്സം. സാമ്പത്തികം എത്ര രൂപയുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ കിട്ടിയാലും അതെങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ സാമ്പത്തിക വിഷമതകൾ വന്ന് കിട്ടാനുള്ളത് കിട്ടിയില്ല, കയ്യിലിരുന്നതൊക്കെ അങ്ങ് ചിലവായി പോവുകയും ചെയ്ത് കുറച്ച് കടവും കൂടെ ആയി. നമുക്ക് വീട് വിൽക്കണം, വസ്തു വിൽക്കണം, വണ്ടി വിൽക്കണം, വീട് വയ്ക്കേണ്ടിയിരുന്നു, വസ്തു വാങ്ങിക്കേണ്ടിയിരുന്നു, ബിസിനസ് തുടങ്ങേണ്ടിയിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി അവസാനം വരും. അപ്പോൾ നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടി കിട്ടിയത് നിലനിർത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും കയ്യിൽ നിന്ന് പോകില്ല. പക്ഷെ പെട്ടെന്ന് എടുത്തു ചാടി എല്ലാം വിൽക്കണമെന്ന് തോന്നുന്ന സമയമാണ് ഏഴരാണ്ട് ശനി. സുഖത്തിനും സാമ്പത്തികം, പുരോഗതിക്ക് തടസ്സം, ദാമ്പത്യം, ചെറിയ കുടുംബ കലഹങ്ങൾ നിഴലിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലും വലിയ വഴക്ക് കുടുംബത്തിൽ ഉണ്ടാകാൻ യോഗമുള്ളത് കൊണ്ട് അതും സൂക്ഷിക്കണം. സ്ഥാനമാനങ്ങൾ, നമുക്ക് ജോലി കിട്ടിയില്ല, പ്രമോഷൻ കിട്ടിയില്ല, സാലറി കിട്ടിയില്ല, മെച്ചം കിട്ടിയില്ല എന്ന് തോന്നും. നല്ല ജോലി അധികാരമൊക്കെ ഇരിക്കണവരും അത് കളഞ്ഞിട്ട് പോരണമെന്ന് തോന്നും. അധികാരികളുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഒക്കെ നമുക്കെതിരായ നടപടികൾ ഉണ്ടാകുന്ന സമയവും നമുക്കും ജോലി കളഞ്ഞിട്ട് പോരണമെന്ന് തോന്നുന്നതും, നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഇത് കളഞ്ഞിട്ട് ഇനി വേറെ രാജ്യത്ത് പോയി എനിക്ക് ജോലി ചെയ്യണമെന്ന് വിചാരിച്ച് ഇവിടെ ഇല്ലാതായി പോണതും, ബിസിനസ്സുകളൊക്കെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നതും, തൊഴിലാളിയും മുതലാളിയൊക്കെ നമുക്കെതിരെ തിരിയുന്നതുമായ സമയമാണ് അവസാനം, വർഷാവസാനം. കൂടാതെ വേഴനും ആ സമയത്ത് 3-ൽ വരും. അങ്ങനെ ആ മാരകസ്ഥാനമായ 3-ൽ വേഴം വരുമ്പോൾ നമുക്ക് മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് വരെ തോന്നുന്ന സമയമാണ്. അങ്ങനൊരു പ്രമാണമുണ്ട്. ചന്ദ്രസു നിധനം പ്രാപ്തോ സപ്തമം ബുധരോഹിതോ ദ്വാദശം ഭാസ്കരഃ ഷഷ്ടം ഭൃഗുപുത്ര സമാസുതേ തൃതീയം ദേവമന്ത്രീജ രാഹുകേതു ശനീശ്വരാः ജന്മസ്ഥേ പ്രാണസന്ദേഹം കുർവന്തേ തേന സംശയഃ. രാഹുകേതു ശനീശ്വരാः ജന്മസ്ഥേ, രാഹു കേതു ശനി ഇതൊക്കെ ജന്മത്തിരിക്കുമ്പോഴും തൃതീയം ദേവമന്ത്രീജ 3-ൽ വേഴം നിൽക്കുന്ന സമയവും പ്രാണസന്ദേഹം. അപ്പോൾ വാഹനങ്ങൾ ഓട്ടിക്കണം, സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാട് സൂക്ഷിക്കണം. എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ ഈ വർഷാവസാനം മാർച്ച് വരെ കഴിയുമ്പോൾ ഏഴരാണ്ട് ശനി, മെയ് കഴിയുമ്പോൾ 3-ലെ വേഴ്, സന്താനങ്ങളുമായിട്ട് പോലും വഴക്കും കൂടൊക്കെ ഉണ്ടാകുകയും മക്കളുടെ വിദ്യയ്ക്കും വിവാഹത്തിനും വേണ്ടി കുറേ ഘടകങ്ങളൊക്കെ വാങ്ങിച്ച് ചേർക്കുകയും ബുദ്ധിമുട്ടുകൾ ധാരാളം സഹിക്കേണ്ടി വരികയും രോഗവും ശത്രുക്കളെ കൊണ്ട് വിഷമതകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ സമയം നമ്മൾ മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, കാലഭൈരവ പൂജ, ഇങ്ങനെയുള്ള പരിഹാരങ്ങളും പൂജകളും ചെയ്ത് നമ്മൾ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്കൊരു കുഴപ്പവും വരില്ല. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഏഴരാണ്ട് ശനി 3-ലെ വേഴനൊക്കെ വന്നാൽ പോലും നമുക്ക് തകർച്ച ഉണ്ടാകില്ല, വളർച്ച ഉണ്ടാവും. ഇങ്ങനെയുള്ള ദോഷങ്ങൾ കിടക്കുന്നത് കൊണ്ട് തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. അതിന് പരിഹാര പൂജകൾ ചെയ്യണം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം, വഴിപാടുകളൊക്കെ നടത്തുന്നത് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നല്ലതാണ്. മൃത്യുദോഷങ്ങളും ശത്രുദോഷങ്ങളൊക്കെ മാറും. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7:30 വരെ നമുക്ക് അഭിഷേകങ്ങൾ, കലശങ്ങൾ, വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളും കലശങ്ങളൊക്കെ നടക്കും. ഈ പൂജ കാണുന്നതിലും പങ്കെടുക്കുന്നതിലും പരിഹാരങ്ങൾ ചെയ്യുന്നതിലും നിങ്ങൾക്ക് ഏഴാണ്ട് ശനിയുടെയും 3-ലെ വേഴത്തിൻ്റെയൊക്കെ ദോഷം മാറും. പിന്നെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലും വിഷ്ണുക്ഷേത്രത്തിലും സർപ്പദേവതകൾക്കും കുടുംബക്ഷേത്രത്തിലും നിങ്ങൾ കഴിയും വിധത്തിലുള്ള ആചാരങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ 3/4 ഭാഗം വരെ വളരെ നേട്ടങ്ങൾ കിട്ടുന്നത് നിലനിർത്താനും അവസാന ഭാഗത്തിലെ സുനാമി പോലെ വന്നു കയറി പോകുന്ന പരാജയങ്ങളെ പരിഹരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും പറ്റും. നിങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില ആൾക്കാർ ചോദിക്കും, പ്രകൃതി നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ജ്യോത്സ്യന്മാർക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല? അതൊക്കെ കണ്ടുപിടിക്കാൻ സർക്കാർ പലതരത്തിലുള്ളതായിരിക്കുന്ന ജിയോളജിക്കൽ വകുപ്പും അതേപോലെ ISRO പോലുള്ള വലിയ വലിയ വാന നിരീക്ഷണ കേന്ദ്രങ്ങളും
ഭൂമിയുടെ ചലനങ്ങളും കാര്യങ്ങളും അതിൻ്റെ സ്പന്ദനങ്ങളും അറിയാൻ ശാസ്ത്രജ്ഞന്മാരെ നിയമിച്ചിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ജ്യോത്സ്യന്മാരൊരു കാര്യം പറഞ്ഞാൽ അന്ധവിശ്വാസമെന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പലവരും ആക്ഷേപകരമായ രീതിയിൽ ചോദിക്കുന്നത് ചോദ്യമാണ്, നമ്മൾ വലിയ മിടുക്കരാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ അറിയാനും പറയാനും പറ്റണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടങ്ങൾ കണ്ടുപിടിച്ച് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള, ദോഷം മാറാനും പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കാതിരിക്കാനും നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.